വലിയ ഒരു കാടിന്റെ നടുവിലായിരുന്നു ലില്ലിപുട്ട് എന്ന മനോഹരമായ ഗ്രാമം. അവിടെയാണ് ടോം എന്നു പേരുള്ള കുഞ്ഞി പൂച്ചയും ജൂലി എന്നു പേരുള്ള അമ്മ പൂച്ചയും താമസിച്ചിരുന്നത്. ടോം മഹാവികൃതിയായിരുന്നു. അമ്മ പൂച്ച എന്ത് പറഞ്ഞാലും ടോം അനുസരിച്ചിരുന്നില്ല. ഒരിക്കൽ ടോമിന് കാടിനുള്ളിലേക്ക് പോകണമെന്നൊരു ആഗ്രഹം. അമ്മയോട് പറഞ്ഞാൽ അമ്മ വഴക്കു പറയുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവൻ അമ്മയോട് പറയാതെ ഒറ്റക്ക് കാടിനുള്ളിലേക്ക് യാത്രയായി. നടന്നു അവൻ കാടിന്റെ ഉള്ളിലോട്ടെത്തി. സമയം ഒരുപാടായി. ഇനിയും വൈകിയാൽ അമ്മ ഇതെല്ലാം അറിയുമെന്ന് പേടിച്ച് അവൻ തിരികെ നടക്കാൻ തുടങ്ങി. പക്ഷെ തിരിച്ചു പോകാനുള്ള വഴി ടോം മറന്നുപോയി. ടോമിന് ആകെ പേടിയായി. എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ അവൻ കാടിനുള്ളിൽ കരഞ്ഞുകൊണ്ട് ഓയിട്ടി നടന്നു. അധികം വൈകാതെ കാടിനുള്ളിൽ ഇരുട്ട് നിറഞ്ഞു. സൂര്യൻ അസ്തമിച്ചു. കാടിനുള്ളിലെ മൃഗങ്ങളെല്ലാം ഇരയെ പിടിക്കാൻ വേണ്ടി പുറത്തിറങ്ങി. പാവം ടോം, എന്നെ ആരെങ്കിലും രക്ഷിക്കണേ എന്ന് ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി. ടോമിന്റെ കരച്ചിൽ കേട്ട് മിട്ടു എന്നു പേരുള്ള ഒരു കുരങ്ങൻ അവിടെ വന്നു. മിട്ടു ബുദ്ധിമാനും സൂത്രശാലിയുമായ ഒരു കുട്ടി കുരങ്ങനായിരുന്നു. ടോം മിട്ടുവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് കരയാൻ തുടങ്ങി. മിട്ടു ടോമിനെ സഹായിക്കാമെന്ന് ഏറ്റു. മിട്ടുവിനു ഗ്രാമത്തിലേക്കുള്ള വഴി അറിയാം. എന്നാൽ ടോമിനെ മറ്റ് മൃഗങ്ങൾ കണ്ടാൽ ഉപദ്രവിക്കുമെന്ന് അവന് അറിയാമായിരുന്നു. അപ്പോഴാണ് മിട്ടുവിന് ഒരു സൂത്രം തോന്നിയത്. മിട്ടു ടോമിന്റെ ദേഹമാകെ ചായങ്ങൾ പുരട്ടി അവനെ ഒരു കുട്ടി കടുവയെ പോലെ ആക്കി മാറ്റി. അങ്ങനെ അവർ യാത്രയായി. വഴിയിൽ കണ്ട മൃഗങ്ങളെല്ലാം ടോമിനെ കണ്ട് കടുവക്കുട്ടിയാണെന്ന് കരുതി ഉപദ്രവിച്ചില്ല. അങ്ങനെ അവർ നടന്നു ഗ്രാമത്തിലേക്ക് എത്താറായപ്പോഴേക്കും ദൂരെ നിന്നും ടോമിന്റെ അമ്മ ഓയിട്ടി വരുന്നത് അവർ കണ്ടു. ടോം ഓയിട്ടി ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. അമ്മയെ അനുസരിക്കാത്തത് കൊണ്ടാണ് ടോമിന് ഇതെല്ലാം സംഭവിച്ചത്. ഇനി മുതൽ അമ്മ പറയുന്നത് എല്ലാം അനുസരിച്ച് നല്ല കുട്ടി ആയിക്കൊള്ളാമെന്ന് ടോം അമ്മക്ക് വാക്കുകൊടുത്തു. അങ്ങനെ മിട്ടുവിനോട് നന്ദി പറഞ്ഞു അവർ തിരികെ വീട്ടിലോട്ട് പോയി. കൂട്ടുകാർ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.